ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ നോ വീഡിയോ. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ബോബി ചെമ്മണ്ണുവിൻ്റെ ഒരു വിശേഷമാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസുകൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറേ അധികം ചെയ്തതുകൊണ്ട് അതൊരു ആവർത്തന വിരസതയാകും എന്ന് തോന്നിയത് കൊണ്ട് മാത്രം നമ്മൾ മാറ്റിയതാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ആ പ്രസ്താവന ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ബോബി ചെമ്മണ്ണുവിനെ പോലുള്ള ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ വന്നു എന്ന് പറയുമോ എന്നൊക്കെ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. ഒത്തിരി തമാശകളും ഒത്തിരി ദ്വയാർത്ഥങ്ങളും ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും ചില ദിവസങ്ങളും ആഴ്ചകളുമായിട്ട് അദ്ദേഹത്തിന്റെ ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ നിമിത്തം, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ട് വളരെ വലിയ പുലിവാലാണ് പിടിച്ചതെന്ന് നമുക്ക് എവർക്കും അറിയാം. ഹണി റോസുമായിട്ട് നീണ്ട നാളുകളുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ബന്ധം നല്ലൊരു ടൈമായിരുന്നു. ആ ടൈമെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിരിമ്പാമ്പു എന്നുള്ളൊരു അവസ്ഥ അവരുടെ ജീവിതത്തിലെത്തി. അപ്പോൾ അതിലേക്കൊക്കെ വഴി തെളിച്ചതും അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള കാരണം പൂർണ്ണമായിട്ട് നമുക്കറിയത്തില്ലെങ്കിലും ഹണി റോസിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ കടമെടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും ബോച്ച ഹണി റോസിനെ പബ്ലിക്കിൽ ഇൻസൾട്ട് ചെയ്തതും ഒക്കെ ആണെന്നുള്ളത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത കാര്യമാണ്. അപ്പോൾ ആ ചർച്ച ചെയ്ത കാര്യങ്ങളുടെ ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അതിനെല്ലാത്തിനും കൂടി ചേർത്തൊരു മറുപടിയാണെന്ന് ബോച്ചെ തൻ്റെ ആ പ്രസ്താവനയിലൂടെ പറഞ്ഞത്. അപ്പോൾ താൻ പല കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയും കൂടുതലും തൻ്റെ ബിസിനസിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു പരസ്യ കമ്പനിയെ ഏൽപ്പിക്കുന്നതിന് അപ്പുറമായിട്ട് താൻ സ്വന്തമായിട്ട് ആ ഒരു കൃത്യനിർവഹണം ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ കമ്പനിയുടെ റെപ്യൂട്ടേഷനും അതിൻ്റെ പ്രൊമോഷനും ഒക്കെ സ്വന്തം വീഡിയോയിലൂടെയും അതേപോലെ തന്നെ തൻ്റെ പ്രസ്താവനകളിലൂടെയൊക്കെ പുറം ലോകത്തെ അറിയിച്ച് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് സാമ്രാജ്യത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പല ആവർത്തികളായിട്ടും പറയുന്നുണ്ട്. അത് മുമ്പും ഇപ്പോഴും അദ്ദേഹം അത് ആവർത്തിച്ച് തന്നെ പറയുകയാണ്. എന്നാൽ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ വാർത്ത എന്ന് പറയുന്നത് താൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ശരിയാണ്, അതെല്ലാം തൻ്റെ മാർക്കറ്റിംഗ് ഇന്റൻഷനോട് കൂടി ചെയ്തൊരു കാര്യമാണ്. ആർക്കെങ്കിലും അതിൽ വേദനിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു എന്നാണ് ബോബി ചെമ്മണ്ണൂർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബോബി ചെമ്മണ്ണൂർ ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഒരു അത്ഭുതമായിട്ട് അല്ലെങ്കിൽ ഒരു അതിശയോക്തി കലർന്നു. കാരണം അദ്ദേഹത്തിന് പണമുണ്ട്, പ്രശസ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഏറ്റ പല അപമാനങ്ങളും ഏറ്റിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു ഈഗോ ആക്കിക്കൊണ്ട് അതിനെയൊക്കെ കൊണ്ട് നടന്നുകൊണ്ട് ആരോടും ഒന്നും പറയാനില്ലാതെ മസിൽ പിടിച്ച് നടക്കുക എന്നുള്ള ഒരു തത്വം വിട്ടുകൊണ്ട് അദ്ദേഹം കുറച്ചുകൂടെ സിമ്പിളായി, കുറച്ചും കൂടെ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ആരെങ്കിലുമൊക്കെ തന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ വിമർശകരോടെല്ലാം ക്ഷമ ചോദിച്ചുകൊണ്ട് തൻ്റെ തെറ്റിനെ അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന, അല്ലെങ്കിൽ ആ തെറ്റിനെ തിരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇന്ന് അദ്ദേഹം കൊടുത്ത ഒരു ബൈറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന വന്നത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന്റെ തലക്കെട്ട് പ്രകാരം മാർക്കറ്റിങ്ങിനായി പലതും പറയാറുണ്ട്, വേദനിപ്പിച്ചെങ്കിൽ മാപ്പ്, ബോബി ചെമ്മണ്ണൂർ. അപ്പോൾ ജയിൽ വിമോചിതനായതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ കൊടുക്കുന്ന ആദ്യത്തെ പരസ്യ പ്രസ്താവനയാണ് ഇന്നത്തേതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം തന്റെ ആദ്യ പ്രസ്താവനയിൽ തന്നെ പറഞ്ഞത് മാപ്പപേക്ഷയാണ്. ആരെയും വിമർശിച്ചില്ല, ആരെയും മോശമായിട്ട് ചിത്രീകരിച്ചതുമില്ല. തൻ്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റിനെ അദ്ദേഹം കൃത്യമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അതിന് പൊതുജനങ്ങളോട് അദ്ദേഹം മാപ്പ് ചോദിക്കുകയാണ് ചെയ്തത്. ഇത് വളരെ പക്വതയാർന്ന ഒരു തീരുമാനമാണ്, അല്ലെങ്കിൽ അതൊരു നീക്കമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും. കാരണം ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം ചില നാളുകളായിട്ട് നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ അതിന്റെ ശ്രദ്ധ ജനങ്ങളിലേക്ക് അധികം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ സെക്ഷൽ ഹറാസ്മെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലൂടെ തൻ്റെ സ്ഥാപനത്തെയും തൻ്റെ ഇമേജിനെയും ജനങ്ങളിൽ നിന്ന് അകറ്റുവാൻ ഒരു കാരണവശാലും ഇത് കാരണമായി തീരരുത് എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു നീക്കത്തിന് പിന്നിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് അനുമാനിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്താണ് കേസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയുന്നതായിട്ട് അല്ലെങ്കിൽ ചോദിച്ചതായിട്ട് അദ്ദേഹം തൻ്റെ അഭിപ്രായത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് കേസ് കോടതിയിലായതുകൊണ്ട്, തനിക്കെതിരെയുള്ള കേസ് കോടതിയിലായതുകൊണ്ട് തനിക്ക് കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ പ്രസ്താവനയിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്.
അദ്ദേഹം പറയുന്നു തന്റെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് ബോബി ചെമ്മണ്ണൂർ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ബോബി ചെമ്മണ്ണൂർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പക്വതയോടെയാണ് കാര്യങ്ങൾ സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ തനിക്ക് നല്ല ബോധ്യമുണ്ട്, അതിൽ വിശ്വാസമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പിന്നെ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ അറിഞ്ഞുകൊണ്ട് ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. താൻ എല്ലാ കാര്യങ്ങളും വളരെ തമാശയായിട്ടും നർമ്മബോധത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നതായതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു പോയി. പക്ഷെ മനഃപൂർവ്വം ആരെയും വേദനിപ്പിക്കണമെന്നോ ഒന്നും താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറയുന്നത്. പറ്റുന്നത് പോലെയൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും പറ്റുന്ന സമയമൊക്കെ അവർക്ക് വേണ്ടി ചെലവഴിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം സ്പെൻഡ് ചെയ്യാറുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ വാമൊഴിയാൽ തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നമ്മൾക്കറിയാവുന്ന കാര്യമാണ്, അതെന്തിനോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ബിസിനസ് പ്രൊമോഷൻ ആണോ അതോ അദ്ദേഹം ഇത് ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. നമ്മൾ ഒരുപാട് വീഡിയോകളെ കണ്ടിട്ടു. നമുക്ക് പോലും പലപ്പോഴും അറപ്പും വെറുപ്പും തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിനൊക്കെ ബോബി ചെമ്മണ്ണൂരിനെ നമുക്ക് ഒരു കാരണവശാലും എവിടെയും മാറ്റി നിർത്താൻ വേണ്ടി പറ്റത്തില്ല. അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ ഒരുപാട് നല്ല കാര്യങ്ങളിൽ പലതുമാണ് ഇന്നും ഒരുപാട് വ്യക്തിത്വങ്ങൾ, ജീവിതങ്ങൾ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്നത്, ആത്മാർത്ഥമായിട്ട് അദ്ദേഹത്തിന്റെ നല്ലത് ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊന്നും നമുക്ക് എതിരഭിപ്രായമില്ല. അദ്ദേഹം നല്ലത് തന്നെയാണ് സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം പ്രസക്തമാണ് കേട്ടോ. അദ്ദേഹത്തിന് ഈഗോയോ കോംപ്ലക്സോ ഒന്നും വെച്ചോണ്ടല്ല താൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എനിക്ക് അങ്ങനൊന്നും ഇല്ല എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ്. അല്ല, അതൊരിക്കലും ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ജനങ്ങളെയും പ്രാഗി, അല്ലെങ്കിൽ ഇതിന്റെ പിന്നാമ്പുറത്ത് തനിക്ക് നേരിട്ട ഈ പ്രശ്നങ്ങളുടെ കാരണക്കാരിയും പ്രാഗി, അങ്ങനൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. അദ്ദേഹം പറയുന്നത് എനിക്ക് ആരോടും വൈരാഗ്യമില്ല, ആരെയും ഞാൻ വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാണുന്നതുമില്ല എന്ന് പറയുമ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യരിലെ ഒരു ഒരു നല്ല മനസാക്ഷിക്ക് ഉടമയാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. ഒരു പക്വതയാർന്ന മനുഷ്യന്റെ ഒരു പ്രവൃത്തിയായിട്ടാണ് നമുക്കിതിനെ വായിച്ചെടുക്കാനും വിവേചിച്ചെടുക്കാനും വേണ്ടി സാധിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തെ ജയിലിൽ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 പോലീസുകാർക്ക്, ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് സസ്പെൻഷനൊക്കെ നേരിട്ടിട്ടുണ്ട്. ജയിലിലെ DIGക്കും ജയിൽ സൂപ്രണ്ടും ഇപ്പോൾ സസ്പെൻഷനിലാണുള്ളത്. അപ്പൊ എന്ത് തന്നെ ആയാലും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രതിഫലം എന്തായാലും അദ്ദേഹത്തിന് കിട്ടും. അതിപ്പോ ആരിൽ കൂടാണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ജയിലിലെ DIG, ജയിൽ സൂപ്രണ്ടും ഒക്കെ സസ്പെൻഷനിൽ പോയെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ കരുതാൻ വേണ്ടിയിട്ട്, പക്ഷെ മനുഷ്യന്റെ ഓരോ സമയത്തെ ചിന്തകളല്ലേ. എന്തായാലും അവർ രണ്ടുപേരും സസ്പെൻഷനിലാണുള്ളത്. അതൊരു വലിയൊരു കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. വളരെ അതങ്ങനെ ആവേണ്ടിയിരുന്നില്ല. കാരണം അവരുടെ ജോലിയിൽ ഒരു ബ്ലാക്ക് മാർക്ക് വീഴുവാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായത് തന്നെ വളരെയധികം നല്ല മനസാക്ഷിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അതൊരു പക്ഷേ ബോബി ചെമ്മണ്ണൂരിനും ഏറെ വിഷമകരമായിട്ടുണ്ടാകണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള അവർക്ക് ഇതിനകത്തൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഒരുപാട് ഉന്നതന്മാർക്ക്, ജയിലിലെ രാഷ്ട്രീയക്കാർക്ക്, ഒത്തിരി പേർക്ക് നമുക്കറിയാം. TP വധക്കേസിലൊക്കെ ഉള്ളവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ജയിലിൽ കിട്ടിയതെന്നുള്ളതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ കൊടുത്തും പെരുമാറിയും പോരുന്ന ഈ ഒരു സർക്കാർ തന്നെയാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് എന്തൊക്കെയോ ചെറിയ സഹായങ്ങൾ കിട്ടിയെന്നുള്ള പേരിൽ 2 പേരെ അങ്ങോട്ട് അന്തസ്സായിട്ട് അവരെ അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പാണ്. ഇതിന്റെ പിന്നിൽ എന്തായാലും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഒരു ഹിഡൻ അജണ്ടയുണ്ട്, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ നശിപ്പിക്കണം എന്നുള്ളത്. പക്ഷെ ഇതെല്ലാം കാലം തിരിച്ച് ചോദിക്കുന്ന ഒരു സമയം വരും. എന്തായാലും ബോബി ചെമ്മണ്ണൂരിനെ പറ്റി ഞാൻ ഇന്ന് വളരെ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. തെറ്റ് എല്ലാ മനുഷ്യനും പറ്റും. തെറ്റ് പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബോബി ചെമ്മണ്ണൂരിനെ കല്ലെറിയട്ടെ എന്നാണ് എനിക്കിന്ന് പറയാനുള്ളത്. അതുകൊണ്ട് ഇനി ആർക്കും അദ്ദേഹത്തെ മോശക്കാരനാക്കാനും വേണ്ടി സാധിക്കത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ തെറ്റിന് അദ്ദേഹം പൊതുവേദി വന്നു നിന്നുകൊണ്ട് മാപ്പപേക്ഷ നടത്തിയിട്ടുണ്ട്. അപ്പോൾ തുടർന്നുള്ള നല്ല സമയങ്ങൾ പുള്ളിക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഒരുപാട് നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇനിയും ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിനും ബോച്ചയ്ക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ.